ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി 800 ഇന്ന് 2024 റെലവൻ്റ് ആണോ എന്നൊരു കാര്യമാണ്. അപ്പം മാരുതി 800 ഇനി വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അത് മുന്നോട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു മാരുതി 800 എന്തൊക്കെ ചിലവ് വരും, അതിൽ റീടെസ്റ്റ് വരുമ്പോഴേക്ക് എന്തൊക്കെ ചിലവ് വരും, എത്രയോ നമുക്ക് കയ്യിൽ നിന്ന് പോകും, ഇപ്പോഴത്തെ വണ്ടി എടുക്കുന്നതാണോ മാരുതി 800 എടുക്കുന്നതാണോ നല്ലത്, മാർക്കറ്റ് വില എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മെയിൻ്റെനൻസ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഫുള്ള് കാണുക. ഇനി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഈ മാരുതി 800 2003 മോഡൽ MBFI വണ്ടിയാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് MBFI നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. MBFI വേറൊന്നുമില്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി. ആദ്യകാലത്തെ വണ്ടികളൊക്കെ കാർബറേറ്റർ ടൈപ്പ് വന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷം വന്ന ഒരു 2001 ശേഷമാണെന്ന് തോന്നുന്നു ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി വരാൻ തോന്നുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. കാർബറേറ്റർ പോലെ വലിയ പണിയൊന്നും അധികം വരുന്നില്ല. പിന്നെ അപ്പോൾ നമുക്ക് ചോദ്യം ഉണ്ടാകും, എത്ര ടൈപ്പ് 800 ഉണ്ടെന്ന്. 800 ഒരു 3 ടൈപ്പ് മെയിനായിട്ട് എൻജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് 800 ഉള്ളത്. ഒന്ന് MBFI വരുന്നത്, എന്ന് വെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻജിൻ വരുന്നത്, പിന്നെ കാർബറേറ്റർ വരുന്നത്, പിന്നെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷനിൽ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് 12 വാൽവ് 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള 800 ഉണ്ട്. ഇനി നമുക്ക് ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒരു സെക്കൻഡ് വണ്ടി എടുത്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വണ്ടി ഒരു തേർഡ് ഓണർഷിപ്പിലോട്ടാണ് എനിക്ക് കിട്ടിയത്. സെക്കൻഡ് ഓണറിനെ ഞാൻ തേർഡ് ഓണറായിട്ട് ഞാൻ മേടിച്ച വണ്ടിയാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് ബോഡി കണ്ടീഷൻ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. വണ്ടി ഈ ഒരു കണ്ടീഷനിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ നോക്കിയത് അതിൻ്റെ ക്യാബിനും പിന്നെ അതിൻ്റെ ബോണറ്റൊക്കെ നോക്കി. ബോണറ്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ MBFI ആണോ നോക്കുക. കാരണം കാർബറേറ്റർ എഞ്ചിൻ ഒരിക്കലും ആരോടും പ്രിഫർ ചെയ്യത്തില്ല, കാര്യം അതിന് നല്ല പണി വരും. MBFI ആണ് കുറച്ചും കൂടി റിലയബിൾ ആണ്, കുറച്ചും കൂടെ മൈലേജും എഫിഷ്യൻസിയൊക്കെ ഉള്ള വണ്ടിയാണ് MBFI. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഈ ഭാഗം ഉണ്ടോ, ഇവിടെ റേഡിയേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഗ്യാസ്കറ്റൊക്കെ ഒന്ന്, മെയിനായിട്ട് ഗ്യാസ്കറ്റ് ഹെഡിൻ്റെ ആ ഭാഗം ഉണ്ടോ, ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടോ നമ്മൾ കൺഫേം ആയിട്ട് നോക്കണം. പിന്നെ വണ്ടിയുടെ ഗിയർ ഓയിൽ ആ ഭാഗത്ത് ലീക്ക് ഉണ്ടോ നോക്കണം. പിന്നെ ലോവർ ആമിൻ്റെ അവിടെയൊക്കെ നോക്കണം, കാരണം ലോവർ ആമിൻ്റെ അവിടെയൊക്കെ ഒത്തിരി പേർക്ക് തുരുമ്പ് വന്നിട്ട് മാരുതി 800 പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അളിയൻ്റെ വണ്ടിക്കൊക്കെ ഒരു പണി കിട്ടിയത് ലോവർ ആമിന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് അത് വലിയ വിഷയമായിരുന്നു. പിന്നെ വണ്ടിയുടെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഓയിലൊന്ന് നമ്മൾ നോക്കുക, ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കുക. കാരണം ചില ആൾക്കാർ ഓയിലൊക്കെ മാറാൻ ഓടിക്കും. ഇപ്പം നമ്മളെ കിട്ടുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്, അതൊക്കെ നോക്കുക. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ആപ്രോൺ, മിക്ക ആൾക്കാരും ആപ്രോൺ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആപ്രോണൊക്കെ ഒന്ന് നോക്കുക. ആപ്രോൺ നമ്മുടെ വണ്ടിക്ക് കണ്ട ആപ്രോണൊക്കെ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. പിന്നെ ഈ ഭാഗത്ത് തുരുമ്പുണ്ടെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുക. നമ്മുടെ ആ ലോറാമിൻ്റെ ഒക്കെ ആ ഭാഗത്ത് തുരുമ്പുണ്ടെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുക, കാര്യം അത് വലിയ പണി വരും. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ അണ്ടർ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണം. കാര്യം അണ്ടർ ബോഡി നമ്മൾ മിക്ക ആൾക്കാരും ചെക്ക് ചെയ്യാം. നമ്മൾ വണ്ടിയുടെ മോൾ ഭാഗവും നമ്മുടെ ഈ ബോണറ്റൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വല്ല സർവീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് വണ്ടി ഒന്ന് റാമ്പി കയറ്റിയിട്ട് അണ്ടർ ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചേസിസ് നമ്പരും നമ്മുടെ RC ബുക്കിലും ഈ വണ്ടിയിലുള്ള ചേസിസ് നമ്പർ സെയിം ആണെന്നൊക്കെ. ചില ആൾക്കാർ ചേസിസ് നമ്പർ കൊത്തുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഒത്തിരി ഫ്രോഡുണ്ട്. നമ്മൾ ഈ വണ്ടി വിഷയം സെക്കൻഡ് ഒത്തിരി ഫ്രോഡ് നടക്കും. പിന്നെ വണ്ടി മൊത്തം ബോഡി കണ്ടീഷൻ നോക്കുക. ബോഡി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ട്, ഇതാ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം ലൈനൊക്കെ ഉണ്ടാവും, വണ്ടിയുടെ ബോഡി ലൈൻ ഉണ്ടാവും. നമ്മുടെ വണ്ടിക്ക് ലൈനെല്ലാം പക്കയാണ്. നമുക്ക് ചെറിയ ചളുക്കമൊക്കെ ഉണ്ട്, നമ്മളെല്ലാം നിവർത്തി. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ ചളുക്കമൊക്കെ ഉണ്ട്, പുറകെ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല ചളുക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വില കുറയ്ക്കാൻ പറ്റും. ഈ വണ്ടി ഞാൻ സെക്കൻഡ് എടുക്കുന്ന ഒരു 38,000 രൂപ എനിക്ക് ആയുള്ളൂ, ഇൻക്ലൂഡിങ് പേപ്പർ ചേഞ്ച്. മൊത്തം 38,000 രൂപ നമുക്ക് വണ്ടി കൈ കിട്ടി. വണ്ടി കൈ കിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല കണ്ടീഷനായിരുന്നു. പിന്നെ നമ്മുടെ ഇതുണ്ടോ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് വെള്ളത്തുള്ളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല എഞ്ചിനാണെന്ന് പൊതുവെ പറയാറ്. ഇതിൻ്റെ ശാസ്ത്രീയവശം എനിക്കറിയത്തില്ല, ഞാനും ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഇൻറ്റീരിയർ വയറൊക്കെ ഒത്തിരി അടിയിലോട്ടൊക്കെ തൂങ്ങി കിടക്കുന്നതാണ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. കാരണം വയറിങ്ങൊക്കെ പിന്നെ നമ്മൾ മാറേണ്ടി വരും, അതൊക്കെ വലിയ വള്ളിയാണ്. പിന്നെ വണ്ടിയുടെ കിലോമീറ്ററും ജെനുവിൻ ആയിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ വണ്ടി ഒരു ജെനുവിൻ ആയിരുന്നു. നമ്മുടെ വണ്ടി ഒരു 97,000 നമുക്ക് കിട്ടിയത്. ഇപ്പം 4,100 സംതിങ് നമ്മൾ ഓടി, 1,00,000 കഴിഞ്ഞിട്ട് 4 സംതിങ് ഓടി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറി നമ്മൾ വണ്ടി സെറ്റാക്കിയായിരുന്നു. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ വണ്ടി റീപെയിൻറ്റ് ചെയ്തു, കാരണം റീപെയിൻറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ റീപെയിൻറ്റ് ചെയ്തു. റീടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് റീപെയിൻ്റൊക്കെ ചെയ്ത് നല്ലതായിരിക്കും. കുഴപ്പമില്ലെങ്കിൽ നമ്മൾ റീപെയിൻറ്റ് ചെയ്തില്ലെങ്കിലും വിഷയമില്ല. നമ്മുടെ വണ്ടി ഉണ്ടോ മൊത്തം. പിന്നെ ഗ്ലാസ്സൊക്കെ നോക്കണം, ഗ്ലാസ്സൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. വലിയ
തട്ടലോ മുട്ടലോ. പിന്നെ 800 ആകുമ്പോൾ ചെറിയ തട്ടൊക്കെ മുട്ടും. നമ്മുടെ വണ്ടിക്ക് ബമ്പറയിലൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കുകയോ ചെയ്തത്. പിന്നെ മെയിനായിട്ട് വരുന്നത് വണ്ടിയുടെ സസ്പെൻഷൻ നോക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കണം. അപ്പോൾ ചെറിയ പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഗട്ടറുള്ള റോഡിൽ കൂടെ കാറൊന്ന് ഓടിച്ചാൽ നമുക്ക് അത്യാവശ്യം സസ്പെൻഷൻ്റെ കാര്യം അറിയാം. ഇൻഫാക്റ്റ് ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് കോളത്തിനൊക്കെ മിക്ക വണ്ടിക്കും സ്റ്റിയറിംഗ് കോളത്തിന് പ്രോബ്ലം കാണാറുണ്ട്. കാരണം ഇത്ര വർഷം ഓടിയതല്ലേ. അപ്പോൾ സ്റ്റിയറിംഗ് കോളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാര്യം സ്റ്റിയറിംഗ് കോളത്തിൽ എന്തെങ്കിലും വിഷയമോ സൗണ്ടോ അടിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആക്സിലിൻ്റെ അടിപ്പോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീൽ ബെയറിങ്ങൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിയറിംഗ് കോളത്തിന് വിഷയം വന്നിട്ടുണ്ട്. പിന്നെ ഗ്യാസ്കറ്റിനും ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വെള്ളം ഓടിച്ചാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഓടിക്കുന്ന സമയത്ത് തന്നെ തുരുമ്പ് കയറി റേഡിയേറ്റർ അടഞ്ഞിട്ടാണ് ഈ ഗ്യാസ്കറ്റ് വിഷയമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ ഗ്യാസ്കറ്റിന് വിഷയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ നമ്മളൊന്ന് റേഡിയേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൂളൻ്റ് ഒഴിക്കണമെന്നായിരിക്കും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ കൂളൻ്റ് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചും കൂടെ ഹീറ്റിങ്ങും കുറവായിരിക്കും, വണ്ടിക്ക് നല്ല റിലയബിൾ ആയിരിക്കും. ഇനി നമുക്ക് വണ്ടി റീടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അറിയാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇനി ആയാലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് റീടെസ്റ്റിന് കാര്യത്തിൽ നടക്കാം. നമ്മുടെ വണ്ടി 2003 മോഡൽ മാരുതി 800 MBFI സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വരുന്ന നോർമൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച്, ബ്രേക്ക് പാഡ് ചേഞ്ച്, പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണികളൊക്കെ വരാറുള്ളൂ വണ്ടിക്ക്. നോർമലി കണ്ടീഷനായിട്ടൊരു വണ്ടി എടുത്ത് നമുക്ക് അത്രയും ചിലവ് വരാറുള്ളൂ. ഓയിൽ ചേഞ്ച് ഏറെക്കുറെ ഇപ്പം നമ്മുടെ മെക്കാനിക്കൽ കോസ്റ്റും കൂടെ കൂട്ടി ഒരു 1500 രൂപ നമുക്ക് ഓയിൽ ചേഞ്ചിങ് കോസ്റ്റ് വരുന്നുണ്ട്. ഒരു ബ്രേക്ക് പാഡ് 500 വെച്ച് നമ്മൾ 4 ബ്രേക്ക് പാഡൊക്കെ മാറുമ്പോൾ ഒരു 2000 രൂപ എടുത്ത് ചിലവ് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ മാസവും ചിലവ് ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു 200 കിലോമീറ്റർ താഴെയൊക്കെ ഒരു മാസം ഓടാറുള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം ഓയിൽ ചേഞ്ചും ഇതും വരാറുള്ളൂ. അപ്പോൾ ഒരു വർഷം നമുക്ക് എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരുന്ന മാക്സിമം ചിലവെന്ന് പറഞ്ഞാൽ ഒരു 4000 രൂപയിൽ താഴെയാണ് മാരുതി 800 നമുക്ക് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് വരുന്നത് മാരുതി 800 പൊതുവെ ഫുൾ ബോഡി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടാറില്ല. നമ്മൾ സാധാരണ ഇതിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അതിനൊരു 3400-4000 താഴെ വരുള്ളൂ ഒരു വർഷത്തെ ഇൻഷുറൻസ്. അപ്പോൾ അതും കൂടെ കൂട്ടി വരുമ്പോഴേക്കും ഒരു വർഷം നമുക്കൊരു 4-8 രൂപ മാക്സിമം ഉണ്ടോ പറയുന്നത്. ഏറ്റവും മാക്സിമം ഒരു 8000 രൂപ ഒരു വർഷം നമുക്കൊരു മാരുതി 800 മെയിൻ്റനൻസ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മളൊരു വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പം നമ്മുടെ വണ്ടി 2003 വണ്ടിയാണ്. അപ്പം ഈ കഴിഞ്ഞ വർഷം റീടെസ്റ്റ് ആയി. അപ്പം നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ടെസ്റ്റിൻ്റെ കോസ്റ്റാണ്. ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരുമെന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ആ ഡൗട്ട് നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വണ്ടി റീടെസ്റ്റ് വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എത്ര രൂപ എക്സ്പെൻസ് വരും എല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. മെയിനായിട്ട് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡി കണ്ടീഷൻ, പിന്നെ നമ്മുടെ വയറിങ് കണ്ടീഷൻ, ലൈറ്റ്, ടയറ്, പിന്നെ വണ്ടിയുടെ ഓവറോൾ പുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഒരു റീടെസ്റ്റിന് മാനദണ്ഡങ്ങളായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി 800 പൊതുവെ പാച്ച് വർക്കുകൾ അധികം വരും. വണ്ടി നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല സ്ഥലത്തും വണ്ടിക്ക് തുരുമ്പ് വരും. അപ്പം അത്യാവശ്യം തുരുമ്പൊക്കെ വന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പാച്ച് വർക്കിന് ഒരു 10000 രൂപ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഒരു 6000 രൂപയുടെ പാച്ച് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട് സീറ്റിന് താഴ്വശത്ത് കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ വേറെ പീസ് ഇട്ട് വെൽഡ് ചെയ്ത് ആ പാച്ച് വർക്ക് ചെയ്താൽ നമുക്ക് ഒരു 6000 രൂപയായി. പിന്നെ പെയിൻറ്റിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കധികം പെയിൻറ്റിങ് കോസ്റ്റ് വന്നില്ല. കാരണം നമ്മുടെ വണ്ടി അത്യാവശ്യം പെയിൻറ്റിങ് കണ്ടീഷൻ ആയതുകൊണ്ട് ടച്ച് ആൻഡ് പോളിഷ് ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ വണ്ടി ഫുൾ പെയിൻറ്റ് ചെയ്തു. എനിക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ 17000 രൂപ എടുത്ത് ചിലവായി. അപ്പം ഫുൾ പെയിൻറ്റും പിന്നെ വണ്ടിയുടെ പാച്ച് വർക്കും കൂടെ കൂട്ടി എനിക്കൊരു 23000 രൂപ എനിക്കെടുത്ത് ചിലവായി. പിന്നെ എനിക്ക് ചിലവെന്ന് പറഞ്ഞാൽ എനിക്ക് ടയർ ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ടയർ മേടിക്കേണ്ടി വന്നില്ല. ഇൻഫാക്റ്റ് നിങ്ങളുടെ വണ്ടിക്ക് ടയർ ഇല്ലെങ്കിൽ ഒരു ടയറിന് ഒരു 2500 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 4 ടയർ മാറുമ്പോഴേക്കും ഒരു 10000 രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ സ്പെയർ പാർട്സ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ പുത്തൻ സ്പെയർ പാർട്സ് ഒന്നും മേടിക്കേണ്ട അങ്ങനെ വരത്തില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ ഒത്തിരി സ്ക്രാപ്പ് യാർഡ് നിങ്ങളുടെ അടുത്ത് എങ്കിലും സ്ക്രാപ്പ് യാർഡ് ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് അവിടുന്ന് സെക്കൻഡ് കിട്ടും. ഇതിനേക്കാൾ ഒരു 3 മടങ്ങ് വില കുറച്ച് നമുക്ക് സ്പെയർ പാർട്ടൊക്കെ കിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ഈ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ ആക്കക്കടയിൽ നിന്ന് എടുത്തു. ഇതിന് ഒറിജിനൽ ഹെഡ്ലൈറ്റിന് ഒരു 600 രൂപ 700 രൂപ വരുന്ന സമയം നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് 200 രൂപ കിട്ടി. അതുപോലെ ടെയിലാമ്പ് പോലെ തന്നെ നമ്മൾ ആക്കക്കടയിൽ പോയിട്ട് നമ്മൾ സെക്കൻഡ് എടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ വണ്ടിക്ക് വേറെ നമുക്ക് വർക്ക് വൈസായിട്ട് വലിയ ചിലവൊന്നും വരാറില്ല വണ്ടിക്ക്. ഇപ്പം ഞാൻ ഇത്ര വണ്ടി അത്യാവശ്യം നന്നായിട്ട് നീറ്റ്, നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വണ്ടി റീടെസ്റ്റ് ചെയ്യപ്പോഴാണ് എനിക്ക് ഒരു 25,000-26,000 രൂപ എടുത്ത് എനിക്ക് ചിലവ് വന്നു. ഇപ്പം നിങ്ങളുടെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം വിലയുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ടച്ച് ആൻഡ് പോളിഷ് ഒരു 5,000 രൂപ 6,000 രൂപയൊക്കെ വരത്തുള്ളൂ. പിന്നെ ടയറൊക്കെ ഉണ്ടെങ്കിൽ അതിനും വലിയ ചിലവ് വരത്തില്ല. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും വണ്ടിയെ. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ബോഡി വർക്ക് എത്ര രൂപ വേണമെങ്കിലും വരാം. ചില ആൾക്കാർ 1,00,000 രൂപ വരെ മുടക്കി വണ്ടി പണിത് കുട്ടപ്പനാക്കിയ ആൾക്കാരെ നമുക്കറിയാം. 16,000 രൂപ കൊടുത്ത് വണ്ടി പണിത് റീടെസ്റ്റ് ചെയ്ത് ഇറക്കിയ ആൾക്കാരെ നമുക്കറിയാം. അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ചിലവുകൾ ഇനി മീൻസ് നമുക്ക് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചിലവുകളാണ് വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പോകുന്നത്. ഈ വണ്ടിക്ക് ഇപ്പം ഗ്രീൻ ടാക്സ്, പിന്നെ വണ്ടിയുടെ നമുക്ക് 5 വർഷം ടാക്സ് വരുന്നു. ഈ 5 വർഷത്തെ ടാക്സും കൂട്ടി ഏറെക്കുറെ ഒരു 7,800 രൂപ വന്നിരുന്നു. പിന്നെ വരുന്നത് നമുക്ക് പൊല്യൂഷൻ ഒരു 100 രൂപ വരത്തുള്ളൂ. പൊല്യൂഷൻ്റെ 100 രൂപ, അപ്പം 7,900 രൂപ. പിന്നെ നമുക്ക് വരുന്നത് റീടെസ്റ്റിൻ്റെ ചാർജ് ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിലിന് മുന്നേ വരെ റീടെസ്റ്റിൻ്റെ ചാർജ് 600 രൂപയായിരുന്നു. പക്ഷേ അതിപ്പം ഈ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വന്നതിന് ശേഷം അതൊരു 5,000 രൂപ എടുത്ത് ആയിട്ടുണ്ട്. അപ്പം മൊത്തം റീടെസ്റ്റ് ചാർജ് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ 8ഉം 5ഉം 13,000 രൂപ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് വണ്ടിക്ക് റീടെസ്റ്റിൻ്റെ ചിലവ് വരുന്നത് ടാക്സ്, ഗ്രീൻ ടാക്സ്, അതും കൂടി രണ്ടും കൂടെ കൂടി, ഗ്രീൻ ടാക്സും കൂടെ കൂട്ടി 7,800 രൂപ. പിന്നെ വരുന്നത് റീടെസ്റ്റിൻ്റെ ചാർജ് ഒരു 5,000 രൂപ. മൊത്തം 13,000 രൂപ ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ പരിവാഹൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി സ്വന്തമായിട്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ലപ്പ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ചിലവ് വന്നത്. ഇപ്പം നമ്മളൊരു ഡ്രൈവിംഗ് ഏജൻസി മൂലമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 2,000 രൂപയിൽ അവർ കമ്മീഷൻ മേടിക്കും. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഏജൻസിയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അത്യാവശ്യം ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് ഇപ്പം അറ്റ്ലീസ്റ്റ് ജസ്റ്റ് PSC ഒക്കെ ചെയ്യാറിയുന്ന ആളെപ്പോൾ നമുക്ക് തന്നെ ഇതിന് ടാക്സ് എല്ലാം നമുക്ക് സൈറ്റിൽ കയറി തന്നെ നമ്മുടെ വണ്ടിയുടെ RC ബുക്ക്, ചേസിസ് നമ്പരും എൻജിൻ നമ്പരും അടിച്ച് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏതൊക്കെ ടാക്സ് അടക്കണം എന്നെല്ലാം നമുക്ക് ലിസ്റ്റ് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് ഈ ടാക്സ് എല്ലാം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിനുള്ള പൈസയും കൊടുത്ത് നമുക്ക് പിന്നെ റീടെസ്റ്റിന് ബുക്കിംഗ് ചെയ്യാം. അങ്ങനെ അത്രയും പ്രോസസ്സ് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ വണ്ടി റീടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് RTO വരുന്നത്, അപ്പോൾ അവരുടെ കീഴിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പം കോട്ടയമാണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വണ്ടി കൊണ്ടുപോകുക. അപ്പോൾ വണ്ടി എല്ലാവരും ഇൻസ്പെക്ട് ചെയ്ത് മെയിനായിട്ട് അവർ നോക്കുന്നത് ഇൻഡിക്കേറ്ററെല്ലാം വർക്കാണോ, എൻജിൻ റൂം എല്ലാം ക്ലീൻ ആണോ, പിന്നെ ടയറെല്ലാം കണ്ടീഷനാണോ, ബോഡി കണ്ടീഷൻ ഉണ്ടോ, പുക വരുന്നുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവർ നമുക്ക് വണ്ടിക്ക് പേപ്പർ തരുന്നത്. പിന്നെ കണ്ടല്ലേ, അപ്പോൾ ഈ സ്ക്രാപ്പിംഗ് പോളിസിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇതുവരെ സ്ക്രാപ്പിംഗ് പോളിസി അങ്ങനെ വലിയ കർശനമൊന്നും ആക്കിയിട്ടില്ല. നമ്മുടെ വണ്ടി ഇപ്പം 20ാമത്തെ വർഷത്തെ റീടെസ്റ്റാണ് കഴിഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നും, ഗ്രീൻ ടാക്സ് മാത്രം അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ. വേറെ വലിയ നിബന്ധനകളൊന്നും അവർ പറഞ്ഞില്ല. പിന്നെ അതുപോലെ വണ്ടി മോശം കണ്ടീഷനാണെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റ് ഫെയിൽ ആവുകയാണ്. ഇപ്പോൾ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് ടെസ്റ്റ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരവസരങ്ങൾ അവർ തരും. ആ അവസരത്തിൽ നമ്മൾ വണ്ടി റെഡിയാക്കി അവരുടെ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മുടെ വണ്ടി സ്ക്രാപ്പിംഗ് പോളിസിക്ക് വേണ്ടി നമ്മുടെ വണ്ടി വിട്ടുകൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ വണ്ടിയെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ 2024 വണ്ടി റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയും റെലവൻസ് ഉണ്ട്. കാരണം ഒരു ഫാമിലി ആയിട്ടുള്ളൊരു കാറാണ്. നമുക്കൊരു 5 പേർക്ക് ഒരു 4 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ വണ്ടിയും കൊണ്ട് മൂന്നാർ, ഉടുമൽപ്പെട്ട്, മറയൂരൊക്കെ പോയാണ്. എനിക്കൊരു 18-നും 20-നും മൈലേജും കിട്ടി. പിന്നെ എനിക്ക് വലിയ ചിലവൊന്നും വന്നിട്ടില്ല. വണ്ടിക്ക് വേറെ സാധാരണ കാറുകളെ പോലെ വലിയ ആനുവൽ മെയിൻ്റെനൻസോ ഒന്നും നമുക്കില്ല. അത്യാവശ്യം മൈലേജും കിട്ടും, അത്യാവശ്യം ന്യായം പവറും ഉണ്ട്. ഒരു ഓട്ടോ ഒക്കെ കൊണ്ട് നടക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ട് നടക്കാം. പിന്നെ ചില ആൾക്കാർ പറയും വണ്ടിക്ക് സ്പേസ് കുറവാണ്, അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പം നമ്മളിപ്പോൾ യൂത്തൊക്കെ, നമ്മുടെ വലിയ സൈസൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. വലിയ ഫാമിലിയായിട്ട് നോക്കി ഈ വണ്ടി പ്രിഫർ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു കപ്പിൾസായിട്ടൊക്കെ പോകാനാണെങ്കിൽ പക്ക വണ്ടിയാണിത്. ഈ വണ്ടിക്ക് നല്ല റിലവൻസ് ഇപ്പം തന്നെ ഉണ്ട്.
ഇപ്പോൾ ഓൾറെഡി ഒരു മാരുതി 800 യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി കാറായിട്ട് നമുക്ക് വേണം യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ബൈക്ക് കൊണ്ട് നടക്കുന്നതിന് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് മാരുതി 800. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അധികം കാശ് പോലും ഈ വണ്ടിക്ക് ചിലവ് വരുന്നില്ല. പിന്നെ മെയിനായിട്ട് മഴ നനയാതെ നമുക്ക് ഈ വണ്ടി ഓടിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ഈ വണ്ടി എടുത്തത് വെറും 38,000 രൂപയ്ക്കാണ് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് 2022 വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഈ റീടെസ്റ്റ് സമയത്തെ പണിയല്ലാതെ വേറൊരു പണിയും വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ബ്രേക്ക് പാഡ്, ബാക്കിൽ 2 ബ്രേക്ക് പാഡ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ നമുക്ക് ചിലവുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഓയിൽ ചേഞ്ച് ഒരു പ്രാവശ്യം ചെയ്തു. പിന്നെ നമുക്ക് വേറെ ചിലവുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാനിത് ചുമ്മാ ലോക്കലെല്ലാം കൊണ്ട് നടക്കുന്നു. അത്യാവശ്യം നമുക്ക് കംഫോർട്ടാണ്. പിന്നെ ഏത് ഉടുക്ക് വഴിയും കൂടെ കയറ്റിക്കൊണ്ട് പോകും, എവിടെ വേണ്ടിയിട്ട് തിരിക്കുക, എവിടെ വേണം കൊണ്ട് പാർക്ക് ചെയ്യുക. അത്യാവശ്യം പവറുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു 3-6 ഉടുങ്ങൽപ്പെട്ടൊക്കെ പോയിട്ടും 5 പേരെ വെച്ച് അങ്ങ് പോയി നല്ല രീതിക്ക് വണ്ടി വലിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പേജിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് അതിനെല്ലാം മറുപടി കൊടുക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിയുടെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ നമുക്ക് എല്ലാ ഡൗട്ടും നമുക്ക് മറുപടി പറയുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഇനി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.